നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഈ ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ആയാലും കറണ്ട് സിറ്റുവേഷൻ ആയാലും അടുത്തൊരു 1-2 ദിവസം ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഹയർ ലെവലിലേക്ക് വരുന്ന ഒരു സമയത്ത് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാനും, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാൻ നൽകിയിരുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ആയാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ഈ ഒരു 2 ലെവലുകൾ നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലായാലും എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഈ റേഞ്ചിൽ ചിലപ്പോൾ നിലനിർത്താനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഈ റേഞ്ച് വിട്ടാൽ മാത്രമാണ് ഈ റേഞ്ചിന്റെ താഴെയുള്ള ഒരു ഓപ്പണിങ്, ഈ റേഞ്ചിന്റെ ഒരു പുറത്തുള്ള ഒരു ഓപ്പണിങ്, ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ വലിയൊരു ഫാളിനോ വലിയൊരു മൊമെന്റത്തിനോ ഉള്ള ഒരു സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി ഈ ഒരു റേഞ്ചിൽ, സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. അത് 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ചു നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ആയാലും ഇൻട്രാഡേ മാനേജ് ചെയ്യുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലായിരുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, 540 നമ്മൾ നൽകിയിരുന്ന സപ്പോർട്ടാണ്. അതിന്റെ ഒരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റി കിടന്ന് ബൗൺസ് ചെയ്തു. അതിനുശേഷമായാലും നമ്മൾ റെസിസ്റ്റൻസ്, അതായത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റിന് നിഫ്റ്റി ആയാലും ആദ്യത്തെ ഒരു അറ്റംപ്റ്റില് 24,685 എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഹോൾഡായി. ഈ ഒരു ക്യാനില് ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഹോൾഡ് ആയതിനു ശേഷം നിഫ്റ്റിയിൽ ഒരു മൊമെന്റം, അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു ബൈ മൊമെന്റം നിഫ്റ്റിയിൽ ആ ഒരു സ്ട്രെങ്ത് നിലനിർത്തിയിരുന്നത്. അതിനുശേഷം ഹയർ ലെവലിൽ നിന്ന് റിവേഴ്സായി. കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഒരു ക്യാനില് ക്ലോസ് ചെയ്താൽ ആ ഒരു ക്യാനില് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതാണ് ഇവിടെ തുടക്കത്തിൽ അത് സംഭവിച്ചത്. തുടക്കത്തിൽ നിഫ്റ്റിയുടെ ആ ഒരു ബൗൺസിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ ഒരു മൊമെന്റം. പക്ഷെ അതേസമയം അത് സസ്റ്റെയിൻ ചെയ്തില്ല. ഹയർ ലെവലിൽ നിന്ന് അത് റിവേഴ്സൽ വന്നു. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, നമുക്കൊരു ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അതിനുശേഷം നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നോക്കുക, നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഒന്നും സപ്പോർട്ട് നൽകിയിരുന്നില്ല. നമ്മൾ നൽകിയിരുന്ന സപ്പോർട്ട് ഇവിടെയായിരുന്നു. എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോയിരുന്നത്. അപ്പൊ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും റൈറ്റ് എൻട്രി എടുക്കാനായിട്ട് എപ്പോഴും സഹായിക്കും. നമുക്ക് വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് എവിടെയാണ്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ. റെസിസ്റ്റൻസ് ഈ ഒരു ലെവലാണ്. 24,765 റെസിസ്റ്റൻസ് കാണുന്നത്. 24,765. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ്, അതിനുശേഷം റെസിസ്റ്റൻസ് 24,820. ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് വീക്ക്നെസ് ആകാനാണ് സാധ്യത. പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനൊന്നും സാധ്യതയുണ്ട്. അതനുസരിച്ച് മാനേജ് ചെയ്യുക. ഇത് രണ്ടാണ് ഹയർ വരുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവല് നമുക്ക് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 765 മുകളിലേക്ക് പോയാലും 765 താഴത്തേക്ക് വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 765 മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 820 മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 765 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 820 ആണ് വരുന്നത്. തിരിച്ച് താഴോട്ട് 765 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വീക്ക്നെസ് വരുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഹയർ ലെവലിൽ 940 സപ്പോർട്ട് ഉണ്ട്. ഇവിടെ 820, 860 റെസിസ്റ്റൻസ് ഉണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ട് ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക.
റൈറ്റ് ആയിട്ടുള്ള എൻട്രി സപ്പോർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സമയത്ത് മാത്രം യൂട്ടിലൈസ് ചെയ്യുക. സപ്പോർട്ട് എന്നുള്ള എൻട്രി ആണെങ്കിൽ കുറച്ച് താഴെയാണ് എൻട്രി വരുന്നത്. 24,540 ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് 540 താഴത്തേക്ക് പോയാലും 540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 540, 520 സപ്പോർട്ട്. ഷോർട്ട്സ് എല്ലാം 520 താഴെയാണ്. 520 താഴെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 520 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഫാള് മാർക്കറ്റിൽ കിട്ടും. ബൈ എപ്പോഴും 540 മുകളിൽ മാത്രമാണ്. 460 ആണ് ഇമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. പക്ഷേ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 450 താഴെ. 24,450, 24,460 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. 460 താഴെ വരുന്നത് 400 ലെവല് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.